ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് 2025 മാർച്ച് മാസം 25 വരുന്ന പാപമോചിനി ഏകാദശിയുടെയും മാർച്ച് 29 നടക്കുന്ന മഹാശനിമാറ്റത്തിൻ്റെയും ആ ഒരു ഫലങ്ങൾ 12 രാശികളിൽപ്പെട്ട ഒരു 5 രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അതിവിശിഷ്ടമായ യോഗഫലങ്ങൾ, ഐശ്വര്യം, ധനം, ജീവിത വിജയം ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയത്തെ പറ്റിയാണ്. പാപമോചിനി ഏകാദശിയുടെ ഫലമായിട്ട് മഹാവിഷ്ണുവിൻ്റെയും ആദിപരാശക്തിയായ മഹാലക്ഷ്മി അമ്മയുടെയും അനുഗ്രഹമാണ് ഇവിടെ പറയുന്ന 5 രാശിക്കാർക്ക് ലഭിക്കുന്നത്. 29 നടക്കുന്ന മഹാശനിമാറ്റവും കൂടിയാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറേ വർഷങ്ങളായിട്ട് അനുഭവിച്ചു വരുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങളും ദുഃഖദുരിതങ്ങളും എല്ലാം നിങ്ങളെ വിട്ടൊഴിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനസംബന്ധമായിട്ടുള്ള മുന്നേറ്റവും ജീവിത വിജയവും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നതുമായിരിക്കും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങൾ ഈ ഒരു സമയം മുന്നോട്ട്, അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു 10 വർഷക്കാലമായിട്ടൊക്കെ പല വ്യക്തികളും അനുഭവിച്ച് വന്നുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനമാണ് മുന്നോട്ടുള്ള നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയിരിക്കുന്ന ഈ ഒരു സമയം. ഈ ഒരു സമയത്ത് നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് ജാതകവശാൽ നടക്കുന്ന ദശാകാലങ്ങളും മറ്റും മനസ്സിലാക്കി ജാതകവശാൽ കൂടെ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതിനൊരു പരിഹാരവും കൂടെ ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. പലരും യൂട്യൂബിലും മറ്റും കാണുന്ന രാശിയുടെ അടിസ്ഥാനത്തിൽ പറയുന്ന രാശിഫലങ്ങളെ മാത്രം നോക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. ഞാൻ അമ്മൻ ജ്യോതിഷത്തിൽ നിന്ന് ചെയ്യുന്ന എല്ലാ വീഡിയോയിലും ജാതകത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞു നൽകുന്നുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കുക. ഇവിടെ പറയുന്ന ഒരു 5 രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ അത്യുത്തമമായ ഫലങ്ങളാണ് മുന്നോട്ട് ലഭിക്കുവാനിരിക്കുന്നത്. ഇനി ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ ഒരു ഗുണഫലങ്ങൾ അനുഭവത്തിൽ ലഭിക്കുന്നത് എന്ന് നോക്കാം. തുലാം രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് മാർച്ച് 29 നടക്കുന്ന പാപമോചിനി ഏകാദശിയുടെയും മാർച്ച് 29 വരുന്ന മഹാശനിമാറ്റത്തിനെയും അടിസ്ഥാനമാക്കി നിങ്ങളുടെ ജീവിതത്തിൽ സർവൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന സമയമാണ്. തുലാം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇത്രയും നാൾ ലഭിക്കാതിരുന്ന ആ ഒരു ഈശ്വരാനുഗ്രഹം, മഹാഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങൾക്ക് സുഖം, സമാധാനം, സന്തോഷം, സ്വസ്ഥത ഒക്കെ അനുഭവത്തിൽ വരുന്ന ഒരു സമയമായിരിക്കും. തുലാം രാശിയിൽപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ സന്താനങ്ങൾക്ക്, കുട്ടികൾക്ക് ഈ ഒരു കാലഘട്ടം മുതൽ വളരെയധികം ഉയർച്ചയും ഉന്നതിയും വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല ജോലി ലഭിക്കുക, ഉയർ വിദ്യാഭ്യാസം ലഭിക്കുക, അവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നല്ല മംഗളകരമായിട്ടുള്ള വിവാഹം നടക്കുന്ന സമയം. അങ്ങനെ ഒരുപാട് നന്മകളാണ് തുലാം രാശിയിൽപ്പെട്ട മാതാപിതാക്കൾക്ക് സന്താനപരമായിട്ട് ലഭിക്കുന്ന ഭാഗ്യം, സൗഭാഗ്യം. അതുപോലെ അവരവരുടെ സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സമാധാനം, സുഖം, സന്തോഷം ലഭിക്കുന്ന അനുഭവങ്ങളും വന്നു ചേരും. തുലാം രാശിക്കാരെ സംബന്ധിച്ച് വിവാഹം കഴിഞ്ഞ് കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ലഭിക്കുന്ന സമയമാണ്. പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ സ്വത്തുവകകളോ ഉണ്ടെങ്കിൽ അതൊക്കെ വന്നു ചേരും. തുലാം രാശിക്കാരെ സംബന്ധിച്ച് മുന്നോട്ടുള്ള സമയം സ്വന്തമായി ഭൂമി വാങ്ങുക, ഗൃഹനിർമ്മാണം നടത്തുക, അതിനുള്ള ഭാഗ്യം, യോഗം ലഭിക്കുന്ന സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് മനസ്സിനും ശരീരത്തിനും സുഖം, സന്തോഷം വന്നു ചേരുന്ന തരത്തിൽ ഏറ്റവും നല്ല ഗുണഫലങ്ങളാണ് തുലാം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ വിട്ടുമാറി ജീവിതത്തിലൊരു സുഖം, സമാധാനം, സന്തോഷം, ഐശ്വര്യം ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് അനുഭവത്തിൽ വരും. ആദിപരാശക്തിയായ മഹാലക്ഷ്മി അമ്മയുടെ അനുഗ്രഹം തുലാം രാശിക്കാർക്ക് വളരെയധികം ലഭിക്കുന്ന ഒരു സമയമാണ്. തുലാം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങളുടെ രാശിയുടെ അധിപൻ ശുക്രനാണ്.
അതുപോലെ തുലാം ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപനും ശുക്രനാണ്. ശുക്രൻ്റെ അതിദേവതയാണ് ആദിപരാശക്തിയായ മഹാലക്ഷ്മി അമ്മ. ആ മഹാലക്ഷ്മി അമ്മയുടെ അനുഗ്രഹം വളരെ നല്ല രീതിയിൽ ലഭിച്ച് സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ പൂർണ്ണമായി വിട്ടുമാറി നല്ല ധനവരവ്, ഐശ്വര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം. ഈ സമയത്തെ നിങ്ങൾ ഓരോരുത്തരും പരമാവധി പ്രയോജനപ്പെടുത്തുക. കൂട്ടത്തിൽ മഹാശനിമാറ്റവും കൂടെ നിങ്ങൾക്ക് സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കഷ്ടനഷ്ടങ്ങൾ, ദുഃഖദുരിതങ്ങൾ, രോഗദുരിതങ്ങൾ അതൊക്കെ വിട്ടൊഴിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ, മുന്നേറ്റങ്ങൾ, മാറ്റങ്ങൾ അനുഭവത്തിൽ വരുന്നതുമായിരിക്കും. തുലാം രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സുഖം, സന്തോഷം വന്നു ചേരും. എല്ലാ തരത്തിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഈ ഒരു മാറ്റം നിങ്ങളിലേക്ക് അനുഭവത്തിൽ വരുന്ന ഒരു സമയവുമാണ്. ഈ ഒരു സമയം തുലാം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും ഞാൻ ആദ്യം പറഞ്ഞ പ്രകാരം അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും മുന്നോട്ടുള്ള സമയം സർവൈശ്വര്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സർവൈശ്വര്യങ്ങളും യോഗഫലങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ് ആരംഭിക്കുവാൻ പോകുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ മകരം രാശിക്കാർ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള ഒരു മാറ്റമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് അത്രമേൽ വലിയ ഗുണഫലങ്ങൾ, അത്രമേൽ വലിയ നന്മകൾ, നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങളാണ് വന്നു ചേരുന്നത്. മകരം രാശിക്കാരെ സംബന്ധിച്ച് കുടുംബത്തിൽ നിങ്ങൾ അനുഭവിച്ചിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. നിങ്ങളുടെ കുടുംബത്തിൽ നല്ല സമാധാനം, സന്തോഷം, സുഖം നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ വന്നു ചേരും. കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ തക്ക തരത്തിലുള്ള നല്ല ധനവരവ്, സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച, ഉന്നതി വന്നു ചേരുന്ന സമയമാണ്. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുന്ന ഒരു സമയവും കൂടിയാണ്. നിങ്ങളെ സംബന്ധിച്ച് മകരം രാശിക്കാർക്ക് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലും ഇപ്പോൾ അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന മാനസിക വ്യഥ, മാനസികമായിട്ടുള്ള ദുഃഖം, പ്രയാസങ്ങൾ, സ്വസ്ഥതക്കുറവ് ഇതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ മനസ്സിന് നല്ല സുഖം, സമാധാനം, സന്തോഷം നൽകുന്ന തരത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരും. അത്രമേൽ ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം നിങ്ങൾക്ക് ലഭിക്കും. മുന്നോട്ടുള്ള സമയം നിങ്ങളുടെ ജീവിത വിജയത്തിൻ്റെ സമയമാണ്, ജീവിത മുന്നേറ്റത്തിൻ്റെ സമയമാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ മകരം രാശിക്കാരെ സംബന്ധിച്ച് ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന പാഴ്ചിലവുകൾ, 10 രൂപ കയ്യിൽ വന്നാൽ 20 രൂപയുടെ ചിലവെന്ന് പറയുന്നതുപോലെയുള്ള പാഴ്ചിലവുകളൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ ശുഭചിലവുകൾ വന്നു ചേരുന്ന സമയത്തിൻ്റെ ആരംഭവുമാണ്. ശുഭചിലവുകൾ എന്ന് പറയുമ്പോൾ അത് പലതരത്തിൽ വന്നു ചേരാം. നിങ്ങളെ സംബന്ധിച്ച് സ്വന്തമായിട്ട് ഒരു ഭൂമി വാങ്ങുക, അല്ലെങ്കിൽ ഒരു ഗൃഹം നിർമ്മാണം ആരംഭിക്കുക, ഇതൊക്കെ ശുഭചിലവുകളിൽ വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ വിദേശ യാത്ര, വിദേശ ജോലി ഭാഗ്യം, അതൊക്കെ ശുഭചിലവുകളാണ്. അതുപോലെ മനസ്സിന് അനുയോജ്യമായിട്ടുള്ള മംഗളകരമായ വിവാഹം നടക്കുക, അതും ശുഭചിലവുകളിൽ വരുന്നതാണ്. അതുപോലെ വണ്ടി വാഹന യോഗങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങളാണ് മുന്നോട്ടുള്ള സമയം മകരം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നത്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏറ്റവും യോഗഫലങ്ങൾ നൽകുന്ന യോഗകാരകനായ ഗ്രഹം ശുക്രനാണ്. ആ ശുക്രൻ്റെ അതിദേവതയാണ് ആദിപരാശക്തിയായ മഹാലക്ഷ്മി അമ്മ. നിങ്ങളെ സംബന്ധിച്ച് കർമ്മസംബന്ധമായിട്ട് വളരെ നല്ല മാറ്റങ്ങൾ മുന്നോട്ട് അനുഭവത്തിൽ വരും. ഒരു ജോലി ഇല്ലാതിരിക്കുന്ന വ്യക്തിക്കാണെങ്കിൽ പോലും നല്ലൊരു ജോലി ലഭിക്കുന്ന സമയമാണ് വരാനിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കർമ്മത്തിൽ, ജോലിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഉയർച്ച, നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ വന്നു ചേരും. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന മകരം രാശിക്കാരെ സംബന്ധിച്ചും നിങ്ങളുടെ ജോലിയിൽ, കർമ്മത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക. അതുപോലെ സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന മകരം രാശിക്കാരെ സംബന്ധിച്ചും അതിലുള്ള തടസ്സങ്ങൾ, പ്രയാസങ്ങൾ വിട്ടുമാറുക. ഒരുപാട് നന്മകൾ, നേട്ടങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് വരാനിരിക്കുന്നത്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവിച്ചു വന്നിരുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള മുക്തിയാണ് മകരം രാശിക്കാരെ സംബന്ധിച്ച്. അത് നിങ്ങളുടെ കുടുംബ ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും, ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മത്തിലാണെങ്കിലും, ആരോഗ്യകാര്യങ്ങളിലാണെങ്കിലും, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. മകരം രാശിക്കാരെ സംബന്ധിച്ച് സമയം വളരെ അനുകൂലമായിട്ട് വരുന്ന കാലമാണ്. ഈ ഒരു സമയം മകരം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും അവരവരുടെ ആ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഉത്തമമാണ്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിക്കാരായ നിങ്ങൾക്കെല്ലാവർക്കും സർവൈശ്വര്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ.
അടുത്തതായി ഇടവം രാശിക്കാരായ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും നിങ്ങൾക്ക് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ലഭിക്കുന്ന സമയമാണ്. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, വലിയ ഗുണഫലങ്ങൾ, നന്മകളാണ് നിങ്ങൾ ഇടവം രാശിക്കാരെ കാത്തിരിക്കുന്നത്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഭാഗ്യം, ഈശ്വരാനുഗ്രഹം ധാരാളമായി വന്നു ചേരുന്ന ഒരു സമയമാണ്. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ മംഗളകരമായിട്ട് പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഇത്രയും കാലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ടിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഇതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് ജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങൾ ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും അതൊക്കെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ കഴിയും എന്നുള്ളതാണ്. കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നിങ്ങൾ ഇറങ്ങിത്തിരിച്ച് പരാജയപ്പെട്ട കാര്യങ്ങൾ പോലും ഈ ഒരു സമയത്ത് പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാൻ സാധിക്കും. സർവാഭീഷ്ടമാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം. സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ എത്ര തന്നെ ഉണ്ടെങ്കിലും അതൊക്കെ വിട്ടുമാറും. അതിനെയൊക്കെ മറികടക്കാൻ തക്ക തരത്തിലുള്ള ഒരു സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. ഇടവം രാശിയിൽപ്പെട്ട ഓരോ സ്ത്രീയെയും പുരുഷനെയും സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങളാണ്. നിങ്ങളുടെ മനസ്സിൽ കാലാകാലങ്ങളായി ഉണ്ടായിരുന്ന പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു നല്ല സമയം, നല്ല കാലത്തിൻ്റെ ആരംഭമാണ്. ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, സൗഭാഗ്യങ്ങൾ ഈ ഒരു കാലത്ത് വന്നു ചേരും. ഭാഗ്യാനുഭവങ്ങൾ, സൗഭാഗ്യങ്ങൾ തന്നെയാണ് ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നതും. ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ആഗ്രഹങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ വന്നു ചേരും. അതുപോലെ തന്നെ ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ എന്തെങ്കിലും പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ അനുഭവിക്കുന്നവരാണെങ്കിൽ അതിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു ചേരും. ജോലി സംബന്ധമായിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, മാനസിക വ്യതകൾ ഒക്കെ വിട്ടുമാറി നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ വളരെ ഉന്നതിയിൽ, ഉയർച്ചയിലെത്തുവാനും നിങ്ങൾ ചെയ്യുന്ന ജോലി എന്താണോ ആ ജോലിയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വരുമാനം, നല്ല ഉയർച്ച, ധനവരവ് വന്നു ചേരുന്ന സമയം. അതുപോലെ സ്വന്തമായിട്ടൊരു തൊഴിൽ, ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഇടവം രാശിക്കാർക്കും കാലം വളരെ അനുകൂലമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആ ബിസിനസ്, തൊഴിൽ ഒക്കെ കൊണ്ട് നല്ല നേട്ടങ്ങൾ, ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുന്ന സമയം. ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് ധാരാളമായി വന്നു ചേരും. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വിവാഹം, മംഗല്യം വന്നു ചേരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ് മുന്നോട്ടുള്ളത്. ദാമ്പത്യ കുടുംബജീവിതത്തിലും സുഖം, സമാധാനം, സന്തോഷമൊക്കെ വന്നു ചേരും. അതുപോലെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം, ധനം, അതിനെ നിങ്ങൾക്കൊരു സമ്പാദ്യമാക്കി മാറ്റാനുള്ള ഒരു അവസരം കൂടെ ലഭിക്കുന്ന സമയമാണ്. എത്ര വലിയ സാമ്പത്തിക പ്രയാസങ്ങളാണെങ്കിലും അതിനെയൊക്കെ മറികടക്കാൻ നിങ്ങളാൽ സാധിക്കും. അപ്രതീക്ഷിതമായ ഭാഗ്യം, ഈശ്വരാനുഗ്രഹം, നന്മകൾ വന്നു ചേരും. അത് ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലായിരിക്കും. ചിലർക്ക് ആഗ്രഹിച്ച ഒരു നല്ല ജോലി ലഭിക്കുക, അത് ചിലപ്പോൾ വിദേശ ജോലിയായിരിക്കും. അതുപോലെ ചിലരെ സംബന്ധിച്ച് കാലാകാലങ്ങളായി ഉണ്ടായിരുന്ന സ്വന്തം വീട് എന്നുള്ളൊരു ആഗ്രഹം പൂർത്തീകരിക്കാൻ പറ്റുന്ന സമയം. അതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു ഗൃഹനിർമ്മാണം ആരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കാത്തവർക്ക് അത് പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാൻ സാധിക്കും. ആരോഗ്യപരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും. അങ്ങനെ പലതരത്തിലുമുള്ള നന്മകൾ, നേട്ടങ്ങളാണ് ഇടവം രാശിക്കാർക്ക് ലഭിക്കുന്നത്. ഈ ഒരു സമയം ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും നിങ്ങളുടെ ആ സ്വന്തം ജനന ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ഇടവം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും സർവ്വ സൗഭാഗ്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കർക്കിടകം രാശിക്കാരായ പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അതിവിശിഷ്ടമായ ഒരു സമയം, ഒരു കാലമാണ് നിങ്ങൾക്ക് ആരംഭിക്കുവാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും പൂർണ്ണമായിട്ട് വിട്ടുമാറും എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി കർക്കിടകം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും അനുഭവിച്ചു വരുന്ന പ്രശ്നങ്ങൾ അത് പലതരത്തിലുള്ളതാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തീരെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ സ്വപ്നത്തിൽ പോലും സംഭവിക്കുമെന്ന് കരുതാത്ത ചില കാര്യങ്ങളൊക്കെ പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് കർക്കിടകം രാശിക്കാർ കടന്നു വരുന്നത്. അത് ചിലരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായി ഉണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രി വാസങ്ങൾ, രോഗദുരിതങ്ങൾ, മറ്റു ചിലരെ സംബന്ധിച്ച് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ആ ഒരു ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് വന്ന ഒരു താഴ്ചകൾ, സാമ്പത്തികപരമായിട്ടുള്ള ഇടിവ്, താഴ്ച, കടബാധ്യതകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പലർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട്. ദാമ്പത്യ കുടുംബജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ, ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഒരു താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ ഒരു വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെ എത്തിയ പല വ്യക്തികളുമുണ്ട്.
അതുപോലെ ചെയ്യുന്ന ജോലിയിലൊക്കെയുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് പലതരത്തിലാണ് ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊക്കെ അനുഭവത്തിൽ വന്നിട്ടുള്ളത്. പലരെയും സംബന്ധിച്ച് വലിയ തരത്തിലുള്ള കടബാധ്യതകളിൽ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അകപ്പെട്ടവരും ധാരാളമാണ്. എന്നാൽ എങ്ങനെയാണ് ആ കടബാധ്യതകൾ വന്നതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല. അപ്രതീക്ഷിതമായിട്ട് പലതരത്തിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ച വ്യക്തികളാണ്. അതുപോലെ വിവാഹ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിച്ചാലും കർക്കിടകം രാശിക്കാർക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ അനുഭവത്തിലുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ച് വന്നുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള മാനസിക വ്യതകൾ, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികൾ, ഇതിൽ നിന്നൊക്കെ ഒരു നല്ല മാറ്റമാണ് നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത്. ഇത്രയും കാലം നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുമാണ് കർക്കിടകം രാശിക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് നേർ വിപരീതമായിട്ട് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങൾ, സൗഭാഗ്യങ്ങൾ, നന്മകൾ, നേട്ടങ്ങളൊക്കെയാണ് മുന്നോട്ട് അനുഭവത്തിൽ വരാനിരിക്കുന്നത്. ആരോഗ്യപരമായ പ്രതിസന്ധികളൊക്കെ നിങ്ങളെ വിട്ടുമാറും. ആശുപത്രിവാസങ്ങൾ, രോഗദുരിതങ്ങളിൽ നിന്ന് മുക്തി, അനാവശ്യമായിട്ടുള്ള പാഴ്ചിലവുകളൊക്കെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഈശ്വരാനുഗ്രഹം, ഭാഗ്യം, നന്മകളൊക്കെ വന്നു ചേരും. അത് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ, നിങ്ങളുടെ ബിസിനസ്സിലാണെങ്കിലും ഒക്കെ അതിൻ്റേതായിട്ടുള്ള നല്ല നല്ല മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. ദാമ്പത്യ കുടുംബജീവിതത്തിൽ അനുഭവിച്ചു വരുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ പലർക്കും വിട്ടുമാറി ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ പരസ്പരമായ അന്യോന്യം, സമാധാനം, സന്തോഷം, സുഖം നിങ്ങൾക്ക് ലഭിക്കും. വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന പ്രയാസങ്ങൾ വിട്ടുമാറി അനുയോജ്യമായ മംഗളകരമായിട്ടുള്ള വിവാഹം നടക്കുന്ന സമയമാണ്. അതുപോലെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് നിങ്ങളെക്കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ, നന്മകൾ, അതുപോലെ ജീവിത പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്കും ഒരു നല്ല ഗുണഫലങ്ങൾ, സമാധാനം, സന്തോഷമൊക്കെ ലഭിക്കുന്ന തരത്തിൽ അനുഭവങ്ങൾ വന്നു ചേരും. കഴിഞ്ഞ ഒരു കാലങ്ങളിൽ കർക്കിടകം രാശിക്കാർ പല കാര്യങ്ങൾക്കും ഇറങ്ങിത്തിരിച്ച് പലതും പൂർത്തിയാക്കാതെ പകുതി വഴിയിൽ ഉപേക്ഷിച്ച അനുഭവമുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ മുന്നോട്ടുള്ള സമയം സാധിക്കും. എല്ലാ തരത്തിലുള്ള നല്ല മാറ്റങ്ങളും, നല്ല ഗുണഫലങ്ങളും, ഈശ്വരാനുഗ്രഹവും, നന്മകളുമൊക്കെ കർക്കിടകം രാശിക്കാർക്ക് വന്നു ചേരും. പലരെയും സംബന്ധിച്ച് വിദേശ ജോലിക്കൊക്കെ കാത്തിരിക്കുന്നു. അതിനായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അതൊക്കെ വിട്ടുമാറി വിദേശ ജോലി ഭാഗ്യം വന്നു ചേരുന്ന സമയം. നിങ്ങളുടെ ആ ജോലിയിലൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ വിട്ടുമാറും. വിദേശത്തൊക്കെ ജീവിക്കുന്ന കർക്കിടകം രാശിക്കാർക്കും സമയം അനുകൂലമാണ്. ഈ ഒരു സമയം കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തം ആ ജനന ജാതകം കൂടെ ഒക്കെ ഒന്ന് പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കർക്കിടകം രാശിക്കാരായ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ആദിപരാശക്തിയായ അമ്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി വൃശ്ചികം രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അതിവിശിഷ്ടമായ യോഗഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി അനുഭവിച്ചു വന്നിരുന്ന പലതരത്തിലുള്ള മാനസിക പ്രയാസങ്ങളിൽ നിന്ന് ഒരു മോചനമാണ് ഈ ഒരു സമയം നിങ്ങൾക്ക്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നത്, ആശയക്കുഴപ്പത്തിലാക്കുന്നത്, നിങ്ങളുടെ മനസ്സിൻ്റെ സ്വസ്ഥത നശിപ്പിക്കുന്ന തരത്തിൽ പലതരത്തിലുള്ള അനുഭവങ്ങളാണ് വൃശ്ചികം രാശിക്കാർക്ക്. അത് പലരെയും സംബന്ധിച്ച് അവരവരുടെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ പെട്ടെന്ന് അനുഭവത്തിൽ വന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ മുഖാന്തരം, ചിലരെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ട് അപ്രതീക്ഷിതമായിട്ട് വന്ന പല കാര്യങ്ങളും മനസ്സിനെ അത്രമാത്രം അലട്ടിയിട്ടുണ്ട്. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അതിൽ നിന്നൊക്കെ ഒരു മോചനമാണ് നിങ്ങൾ വൃശ്ചികം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നത്. ഭൂമി സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വൃശ്ചികം രാശിക്കാർക്ക് വിട്ടുമാറും. കഴിഞ്ഞ കാലങ്ങളിൽ പലരും ഭൂമി സംബന്ധമായിട്ടൊരു ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഒക്കെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിച്ചവരാണ്. സാമ്പത്തിക ബാധ്യതകൾ, പ്രയാസങ്ങളൊക്കെ പലർക്കും ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ശക്തമായിട്ട് കഴിഞ്ഞ കാലഘട്ടത്തിൽ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി വൃശ്ചികം രാശിക്കാർ സുഖമെന്ന ഒരു വാക്ക് കേട്ട് കാണാൻ സാധ്യതയില്ല. അത് മാനസികമാണെങ്കിലും ശാരീരികമാണെങ്കിലും അങ്ങനെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു വന്ന വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അതിൽ നിന്നൊക്കെ ഒരു മാറ്റമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ വൃശ്ചികം രാശിയിൽപ്പെട്ട ഈ നക്ഷത്രത്തിൽ ജനിച്ച പലർക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സർജറി, ശരീരത്തിൽ കത്തിവെക്കേണ്ടതായ സർജറി പോലെയുള്ള കാര്യങ്ങളൊക്കെ പലർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ടാകാം. അതുമൂലം മാനസിക പ്രയാസങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ പലർക്കും ആ രോഗദുരിതങ്ങൾ മുഖാന്തരം അനുഭവത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് അതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം പൂർണ്ണമായിട്ട് വീണ്ടും കിട്ടുകയും പഴയ രീതിയിൽ ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യും. സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ വൃശ്ചികം രാശിക്കാർക്ക്
പൂർണ്ണമായി വിട്ടുമാറി എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്യാൻ തരത്തിലുള്ള ഒരു സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങൾക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു സുഖം, സമാധാനം, സന്തോഷം നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് മുന്നോട്ട് വരുന്നത്. മനസ്സിന് തന്നെ നല്ലൊരു ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും വന്നു ചേരും. നല്ല നല്ല അനുഭവങ്ങൾ ലഭിക്കും. ദാമ്പത്യ കുടുംബജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങളെ സംബന്ധിച്ച് വിട്ടുമാറും. ഇറങ്ങിത്തിരിച്ച കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ വിട്ടുമാറി അപ്രതീക്ഷിതമായ നന്മകൾ, നേട്ടങ്ങൾ വന്നു ചേരും. ഈശ്വരാനുഗ്രഹം, ഭാഗ്യം ഒക്കെ വൃശ്ചികം രാശിക്കാർക്ക് ലഭിക്കും. പ്രത്യേകിച്ചും കടബാധ്യതകളിൽ കൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളുടെ കടബാധ്യതകൾ പരിഹരിക്കത്തക്ക തരത്തിലുള്ളൊരു സാമ്പത്തിക അഭിവൃദ്ധി, ധനവരവ്, പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന അനുഭവം ഉണ്ടാകും. എല്ലാ തരത്തിലും വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹം, ഭാഗ്യം, നന്മകളൊക്കെ വന്നു ചേരും. പലർക്കും സ്വന്തമായി ഭൂമി വാങ്ങാനുള്ള യോഗം, അതുപോലെ ഒരു ഭൂമി വിറ്റ് അതിൽ നിന്ന് ലഭിക്കുന്ന പണം കൊണ്ട് കടബാധ്യതകളോ മറ്റു പ്രശ്നങ്ങളോ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കും. ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ വിട്ടുമാറും. പൊതുവെ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് സമയം വളരെ അനുകൂലമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ, നന്മകൾ ആദിപരാശക്തിയായ മഹാലക്ഷ്മി അമ്മ നൽകി അനുഗ്രഹിക്കും. ഈ ഒരു സമയം വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് ആ ജാതകപ്രകാരം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ വളരെ ഉത്തമമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.